സഹോദരന്മാരെ, ഈ വിദ്യാർത്ഥിയുടെ, ഈ കൊച്ചുമിടുക്കന്റെ ഈ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേട്ടുനോക്കിയേ. എഐക്ക് ഉമ്മ എന്നെഴുതാൻ അറിയാം, പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം, പക്ഷേ ഉമ്മ എന്ന് നെഞ്ചു പൊട്ടി വിളിക്കാൻ അറിയില്ല. ഇതിന്റെ കുറച്ച് ഭാഗം ഞാൻ എന്ത് ചെയ്യാ, കമന്റ് ബോക്സിൽ വെക്കാം. എത്ര സുന്ദരമായ രീതിയിലാണ് ഈ വിദ്യാർത്ഥി പ്രസംഗിക്കുന്നത്. ബേജാറില്ലാതെ, വിഷമമില്ലാതെ, ഭയപ്പാടില്ലാതെ മൈക്ക് കയ്യിലേന്തി സ്റ്റേജിന്റെ മുകളിൽ കയറി ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് പ്രസംഗിക്കുക. എത്ര സുന്ദരമായ പ്രസംഗമാണ് അല്ലേ? ഇങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ. അതുപോലെ മാപ്പിളപ്പാട്ട്, അതിമനോഹരമായ പല മാപ്പിളപ്പാട്ടുകളും നിങ്ങൾ വിദ്യാർത്ഥികളുടെ മാപ്പിളപ്പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇസ്ലാമികപരമായിട്ട് വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പുറത്തെത്തിച്ച് അവർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുന്ന ഒരു പരിപാടി ഇന്ന് കേരളത്തിന്റെ തെരുവീതികൾ നടന്നുകൊണ്ടേയിരിക്കുക. SSFന്റെ സാഹിത്യോത്സവ് എന്ന് പറയുന്ന പരിപാടി 33 വർഷമായി അവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. മുടക്കമില്ലാതെ യൂണിറ്റ് തലം മുതൽ, സെക്ടർ തലം മുതൽ, ഡിവിഷൻ തലം മുതൽ, ജില്ലാ തലം മുതൽ സംസ്ഥാന തലം വരെ എത്തി നിൽക്കുന്ന ഈ കലാമാമാങ്കം എത്ര സുന്ദരമായ പരിപാടിയാണ്. കേരളത്തിലെ കലോത്സവങ്ങളെ വെല്ലുന്ന രൂപത്തിലാണ് ഇവരെ പരിപാടികൾ. SSFന്റെ സാഹിത്യോത്സവവും അതേപോലെ സ്കൂൾ കലോത്സവവും നിങ്ങൾ എടുത്തിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഒരു പടി മുന്നിലായിരിക്കും SSFന്റെ സാഹിത്യോത്സവം. അതിന്റെ വേദിയും അതിന്റെ സ്റ്റേജും അതിന്റെ കവാടവും അതിന്റെ പ്രചരണ രീതിയും ഈ SSFന്റെ സാഹിത്യോത്സവിലെ തീം സോങ്, അത് വല്ലാത്തൊരു മുഹബത്തായ ഒരു തീം സോങ് ആയിരിക്കും. അതിലെ വരികള്, അതിലെ വരകള് അത്രമാത്രം മനോഹരമായിരിക്കും. അതിന്റെ കുറച്ച് ഭാഗം, ഒരു തീം സോങ്ങിന്റെ കുറച്ച് ഭാഗം നിങ്ങൾ കേട്ടോക്കിയാട്ടെ. മുത്തിക്കൂടിച്ച വിത്തിൻ ഹൃത്തടം പൊട്ടി നാവിൻ ജീവിത വള്ളിക്കൂടാരങ്ങളായി മാനത്തെ മേഘക്കാരിതെല്ലാം നിറയെ കണ്ട് ഒത്തിരി തുള്ളികളായി പെയ്തിടാ. മാറ്റത്തിൻ മുറ്റത്ത് പൊന്നിട്ടതാരെന്ന് അക്ഷരപ്പൊട്ടുകൾ ചീരാതിൽ വട്ടം കൂടി പലതുള്ളി പെരുവെള്ളം നാം മാറ്റിയിട്ടപ്പോൾ കടലോളം കനിവുമേ. ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന മാപ്പിളപ്പാട്ട് ഗായകന്മാരിൽ പലരും ഈ SSFന്റെ സാഹിത്യോത്സവ വേദിയിലൂടെ ഉയർന്നു വന്നവരാണ്. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് എന്തുണ്ട്, ഇസ്ലാമികപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചുരുക്കം ചിലരെന്ത് ഇത് മറ്റു രൂപത്തിൽ പോയിന്നേ ഉള്ളൂ. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും ഈ SSFന്റെ സാഹിത്യോത്സവത്തിന്റെ അവതാരകന്മാരായി അതിൽ പങ്കെടുത്ത് അതിൽ കലാതിലകം നേടിയവരായിട്ട് ഇന്ന് നല്ല റായത്തായിട്ട് ഇസ്ലാമികപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യില്ല, കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് കൂടുതൽ കൊടുക്കൂല. കാരണം വെച്ചാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയ, എന്തെങ്കിലും കുറവോ കൊല്ലാതായ്മ ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വാർത്ത കൊടുക്കൂ. എന്നാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും അവർ കൂടുതൽ എന്ത് ചെയ്യില്ല, പ്രചരണം കൊടുക്കൂല. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇതിനെല്ല ഭയങ്കര പ്രസക്തിയുണ്ട്. ഇത് ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക, ജനങ്ങളിങ്ങനെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. കുട്ടികളുടെ കലാവാസന ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാവോ? ഞാനൊക്കറിയില്ല. മറ്റൊരു വിഭാഗം ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവർ 33 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരിക്കുക. കേരളത്തിൽ തന്നെ മറ്റു ചിലർ ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നുണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്തോളം എത്തുന്നില്ല. കാരണം ഇവരെ സെറ്റപ്പ് അങ്ങനെയാണ്. ഇത് മുടക്കയില്ലാണ്ട് നടത്തിക്കൊണ്ട് പോകുകയാണ്. അതിന്റെ ഓരോ പരിപാടികളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അവർക്ക് വേണ്ടത് പ്രചോദനം നൽകിയിട്ട് മുന്നോട്ട് പോകണം. കാരണം നമ്മളെ വിദ്യാർത്ഥികൾ ഫുട്ബോളിന്റെ പിന്നാലെയോ ക്രിക്കറ്റിന്റെ പിന്നാലെയോ നേരം വെളുക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് എപ്പോ മോന്തിയാവുമാണ്. അതിനു പകരം ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് എത്തിച്ച് കുട്ടികളുടെ കലാവാസനകൾ പുറത്തെത്തിച്ച് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഓ ഖാലിദിനെ പോലെ, വെള്ളിലെ ഉസ്താദിനെ പോലെയുള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരെല്ലാം നമുക്ക് ഓർമ്മിച്ച് അതേപോലെ ഇപ്പൊ നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകി, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകി അവരെ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രചോദനം നൽകിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഇനിയുള്ള വരുന്ന തലമുറകൾക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് വേണ്ടി നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എത്ര സുന്ദരമായ പരിപാടിയാണ്.